ഒറ്റയ്ക്കൊരു സിനിമ എടുക്കാൻ പറ്റും. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ഒറ്റയ്ക്കൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ പറ്റും. അത് പോസിബിൾ ആണ്. കാരണം ഒരു വർഷം മുന്നേ ഞാൻ ഒരു 1 minute ഷോർട്ട് ഫിലിം എടുത്തിരുന്നു. അത് മൊത്തം സ്റ്റഡി ഷോട്ടിലായിരുന്നു. പക്ഷെ ഇന്നത് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു ചില മൂവി ഷോട്ടുകൾ വെച്ചിട്ട്. അപ്പൊ തുടങ്ങാം. ഗാഡ്ജറ്റ്സിനെ പരിചയപ്പെടാം. ഞാൻ ഈ ഷോർട്ട് ഫിലിം എഴുതി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫോണിലാണ്. Xiaomi A1. എൻ്റെ ട്രൈപോഡ്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ലൈറ്റിംഗ് സെറ്റപ്പ്, സോഫ്റ്റ് വേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഷോർട്ട് ഫിലിമിന്റെ വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ, ഒരാൾ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന സൗണ്ടുകളൊക്കെ ഇല്ലാതാക്കാൻ നോക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് ഞാൻ പെട്ടെന്ന് കണ്ണുറക്കുമ്പോൾ അത് സൂം ഔട്ടായിട്ട് എൻ്റെ മുഖം മൊത്തം കിട്ടുന്ന രീതിയിൽ ഒരു ഷോട്ടാണ്. ക്യാമറ ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കും. ഷൂട്ട് തുടങ്ങാം. ഷോർട്ട് ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ 4:3 വരുന്നത്. ഇതിന് മുന്നെടുത്തതും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു. പക്ഷേ റേഷ്യോയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ചെറിയ വ്യത്യാസം മാത്രമേ അതിൽ വരുത്തുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഷോട്ട് എന്ന് പറയുന്നത്, ഞാൻ ഡോറ് തുറന്ന് വന്നിട്ട് ജനൽ അടക്കണതാണ്. അപ്പോൾ ഡോറ് തുറക്കുന്ന ടൈമിൽ ഇന്നേക്കാനും ക്യാമറ ഫോക്കസ് ചെയ്തിട്ടുണ്ടത്. എന്നിട്ട് ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറിയ ടൈമിൽ തന്നെ ഞാൻ ക്യാമറ തിരിച്ചിട്ട് ജനലിന്റെ സൈഡിലേക്കാക്കും. എന്നിട്ട് ഞാൻ ജനലിന്റെ മേലെ നൂല് കെട്ടിട്ടുണ്ട്. ആ നൂല് പിടിച്ച് ഞാൻ വലിക്കും. അങ്ങനെ ഒരു വട്ടം മാത്രം വലിക്കുമ്പോൾ ജനൽ അടഞ്ഞ പോലെ ഉണ്ടാവും. എന്നിട്ട് ഞാൻ നേരെ ഫ്രെയിമിലേക്ക് എൻ്റർ ആവും, ജനലടക്കും. ബാക്കി എഡിറ്റിങ് സെറ്റാക്കാം. അപ്പോൾ ഇന്നത്തെ ഷൂട്ടിങ് തീർന്നു. കാരണം വൈകുന്നേരമായി, വെളിച്ചം പോയി. ഞാൻ അതൊന്ന് പ്ലാൻ ചെയ്ത് വന്നപ്പോഴേക്കും ഉച്ച ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നാളെ അല്ലേ ഇപ്പം തന്നെ എടുത്താലോ? എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ, നോക്കി നോക്കാം. അതിനുശേഷം ചെറിയ ചില ഷോട്ടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മൂവി ഷോട്ട് എന്ന് പറയാൻ ഒരു ക്ലോക്ക് ഷോട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കറക്റ്റ് ഒരെണ്ണം കിട്ടി. പിന്നെ ആദ്യത്തെ ഫിലിമിൽ ഞാൻ വലിയൊരു മാറ്റം ഇതിൽ വരുത്തിയിട്ടുണ്ട്. കാരണം ക്ലൈമാക്സ് മൊത്തത്തിൽ മാറ്റി. ആദ്യത്തിനെക്കാട്ടിയും ചെറിയ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ വലിയ മാറ്റങ്ങൾ വരുത്തി അവസാനം ഷൂട്ട് തീർത്തു. എഡിറ്റിങ്ങിന് കുറച്ച് ടൈം എടുത്തു. പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ഞാൻ സ്വയം റെക്കോർഡ് ചെയ്തു, ചിലത് യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് എടുത്തു. മ്യൂസിക്കും അതേപോലെ തന്നെ ചിലത് യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് എടുത്തു. ചില അഡീഷണൽ കീസൊക്കെ ഞാൻ തന്നെ ചെയ്തു. പിന്നെ ഡയലോഗ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡബ്ബിങ്ങിന്റെ കാര്യം നോക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ അവസാനം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇതിലും മികച്ചാക്കാൻ നോക്കാം. മറ്റേ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഉണ്ടാവും, അത് കാണാൻ കണ്ടോളി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.